ഓണറിയോ യോഗയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് USA ന്യൂജേഴ്സിയിലെ അക്ഷർധാം ടെമ്പിളിലാണ്. ഇത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ടെമ്പിളാണ്. വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ചെറിയ ഗ്ലിംസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു 1 പോസ് 1 പ്രയർ എന്ന ഇതാണ്. അതിനായി നമ്മൾ ചെയ്യുന്നത് വൃക്ഷാസനയാണ്. വൃക്ഷാസന എന്ന പേര് സൂചിക്കുന്നത് പോലെ അതിൻ്റെ ട്രീ പോസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിനായി കാലുകൾ രണ്ടും റൂട്ടഡായി നിലത്ത് ഉറപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ പാദം എടുത്ത് നിങ്ങളുടെ ഗ്രോയിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുന്ന പോലെ വയ്ക്കുക. അതിനുശേഷം ഇൻഹെയിൽ ചെയ്തുകൊണ്ട് പതുക്കെ കൈകൾ ഉയർത്തി പ്രയർ പോസിൽ വരിക. സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ പതുക്കെ താഴേക്ക് വയ്ക്കുക, കാലുകളും നിലത്തേക്ക് വയ്ക്കുക. നിങ്ങൾക്ക് കാലുകൾ ഗ്രോയിൻ്റെ അടുത്തേക്ക് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാല് ഇങ്ങനെയും വയ്ക്കാവുന്നതാണ്. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ പൂർവ്വസ്ഥിതിയിലേക്കും കാലുകൾ പൂർവ്വസ്ഥിതിയിലേക്കും കൊണ്ടുവരിക. ഇതാണ് അക്ഷർധാം ടെമ്പിൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോയും ഫോട്ടോഗ്രാഫിയും ഒന്നും പറ്റില്ല. സോ പുറത്തു നിന്നുള്ള കുറച്ച് ഗ്ലിംസ് എല്ലാം എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. സോ കാർ പാർക്ക് ചെയ്ത് നമ്മൾ വരുമ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് കാണുന്ന വ്യൂ. ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് 49 ഫീറ്റ് ഉയരമുള്ള ടീനേജറായിട്ടുള്ള സ്വാമിനാരായൺജിയുടെ ഒരു വലിയ പ്രതിമയാണ്. ആദ്യം നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാരതദേശത്തിൻ്റെ ഒരു മാപ്പുണ്ട്. അതിൽ കുട്ടിയായിട്ടുള്ള ഭഗവാൻ സ്വാമിനാരായൺ, അതായത് ശ്രീ നീലകാന്ത് വർണി എന്നാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പേര്, സന്ദർശിച്ച 18 പിൽഗ്രിമേജസ് ഉള്ള അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ജേണിയുടെ ഒരു മാപ്പ് അവിടെ കാണുന്നതാണ്. ഇതിൽ നമ്മളുടെ കേരളത്തിലും അദ്ദേഹം വന്നിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പം ആ സാധനങ്ങളുടെ ലിസ്റ്റും ഇതാണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തായിട്ട് അവർ വെച്ചിട്ടുള്ളത്. അദ്ദേഹം നടന്ന കാൽപാദങ്ങളിലൂടെയാണ് കാണാൻ, അദ്ദേഹം ഏതിലൂടെയൊക്കെയാണ് പോയത് എന്നിട്ടുള്ളത്. 14ാമത്തെ സ്ഥലമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. 49 ഫീറ്റ് ഉയരമുള്ള ഈ പ്രതിമ അദ്ദേഹം ജീവിച്ച 49 ഇയേഴ്സിനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇതിൻ്റെ മുന്നിൽ തന്നെ നമ്മൾക്ക് ചന്ദനത്തിരി കത്തിക്കാനുള്ള ഒരവസരമുണ്ട്. അത് ഫ്രീ ആയിട്ട് തന്നെ ചന്ദനത്തിരികളും കത്തിക്കാനുള്ള സ്ഥലവും അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്നത് 4 നദികളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു കുളമാണ്. അതിൻ്റെ ആ ബ്യൂട്ടിഫുൾ വ്യൂ നമ്മൾക്ക് അതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് വെൽക്കം സെൻറ്ററിലേക്ക് പോവാം. ഇങ്ങനെ നടന്ന് നമ്മൾ വെൽക്കം സെൻറ്ററിൽ എത്തുമ്പോൾ ഈ ഒരു പ്രതിമ കാണാം. പിന്നെ വെൽക്കം സെൻറ്ററിൽ നല്ല കൊത്തുപണികളെല്ലാം ഉണ്ട്. അപ്പോൾ വെൽക്കം സെൻറ്ററിൽ നമുക്ക് പിക്ചേഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വെൽക്കം സെൻറ്ററിൻ്റെ. ഇതിൽ അവിടെ തന്നെ ഒരു ചെറിയ ഡോക്യുമെൻ്ററി കാണാൻ നമുക്ക് അവസരം നൽകുന്നതാണ്. സോ ആവശ്യമുള്ളവർ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതിൻ്റെ ഈ ടെമ്പിളിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആ ഡോക്യുമെൻ്ററിയിൽ തന്നെ പറയുന്നതാണ്. അതെല്ലാം കേട്ടാൽ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും പിന്നെ ഇതെന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നും എല്ലാം നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫാമിലി പിക്ചറും എടുത്ത് നമ്മൾ പുറത്തേക്ക് കടന്നു. പിന്നെ പുറത്ത് ഒരു ടെമ്പിളാണ് ഉള്ളത്. അതിൻ്റെ പിക്ചേഴ്സോ വീഡിയോസോ ഒന്നും ഉള്ളിൽ കടക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ ആരതിക്ക് പോയി. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ മെയിൻ ടെമ്പിളിലേക്ക് വന്നു. ഇവിടെ ഇത് ഫുൾ ടൈം ഓപ്പൺ ആണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നിറയെ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊത്തുപണികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. 2 സൈഡിലും ഇങ്ങനെ ആനകളുടെ ശില്പങ്ങളും ചുറ്റും മണ്ഡപവുമുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ടാണ് വരുന്നത് ടെമ്പിൾ വരുന്നത്. പിന്നെ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് അടിയിൽ കൂടെ പോവാം. ആ പോകുന്ന വഴിക്ക് മുഴുവനും ഇങ്ങനെ സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് ഉള്ള പല സാധനങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യജുർവേദയിലുള്ള കുറേ കാര്യങ്ങൾ, അതേപോലെ വ്യാസമഹർഷി പറഞ്ഞത്, ഋഗ്വേദിയിലുള്ളത്, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ കാര്യങ്ങൾ, വ്യാസമഹർഷി പറഞ്ഞ കാര്യങ്ങൾ, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങൾ, മുഹമ്മദ് റൂമി പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കൂടെ എക്സിറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് വേറെ ഒരു പോണ്ട് കാണാവുന്നതാണ്. വളരെ ശില്പചാതുര്യമാർന്ന ഈ ടെമ്പിളും നമ്മൾക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് വീണ്ടും വിസിറ്റേഴ്സ് സെൻറ്ററിലേക്ക് തന്നെയാണ്. അവിടെ കഫേ ഉണ്ട്, അതേപോലെ തന്നെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് ബ്രോഷറിൽ നിന്ന് എടുത്തതാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം. ഇതാണ് മന്ദിർ, നമ്മൾ ആരതിയെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലം. ഇതും ബ്രോഷറിൽ നിന്ന് എടുത്തതാണ്. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഉള്ള വെണ്ണക്കൽ പ്രതിമകളും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇതെല്ലാം മാർബിളിലുള്ള കൊത്തുപണികളാണ്. ഇത് റൂഫ് ടോപ്പിലുള്ള കൊത്തുപണിയാണ്. പിന്നെ ഇങ്ങനെ പല മണ്ഡപങ്ങളും ഉണ്ട്. ഇത് മെയിൻ സ്റ്റാച്യു ആയിട്ട് അക്ഷർധാം ഗർഭഗൃഹമായിട്ട് ഉള്ളതാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. സീ യു സൂൺ.